കുറുമ്പിയ നീ കുറുമ്പിയ, നല്ല അടി കിട്ടും, അടി കിട്ടും. വീട്ടിലെ ഞാൻ ഉമ്മാക്കും, ഇനി ഞാൻ ഉമ്മാക്കും, എന്നെ ഉമ്മാക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആമേൻ. വീട്ടിലെ ഞാൻ വിടമാട്ടേ, വിടമാട്ടെ, ഉന്നേ വിടമാട്ടെ. പ്രസാദ്. പ്രസാദല്ല, നിന്റെ പ്രസാദേട്ടൻ. എന്താ ഡാഡി? ഒന്നില്ല കേട്ടാ, ഡാഡിയുടെ മേത്ത് നാഗവല്ലിയുടെ ഒരു അല്ലി കൂടിയതാ. അതുകൂടി എടുത്തു വെക്കണം. മോളറിയിക്കോട്ടാ. എനിക്കിത് കാണാൻ വയ്യ. അങ്കിൾ, ഡാഡി താഴെ പോയി. നമുക്ക് നാളെ രാവിലെ പറക്കി എടുക്കാട്ടാ. ഗുഡ് നൈറ്റ്. ഇന്ദു. ജന്തു? ജന്തു അല്ല, ഇന്ദു. ഞാൻ പറഞ്ഞില്ലേ, കനേഡിയൻ സുന്ദരി. നീ ഒരു കാര്യം ചെയ്യ്, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണ്ട, നീ ഇവിടെ നിൽക്ക്. ഞാൻ പോയി ആ ബോംബിന്റെ കാര്യം പറഞ്ഞിട്ട് വരാം. ഓക്കെ? കിടക്കുന്ന അവിടെ വണ്ടി 1 മണിക്കൂറിനുള്ളിൽ ഈ കോംപ്ലക്സ് മുഴുവൻ പൊട്ടിത്തകരാൻ ശക്തിയുള്ള ഒരു മീറ്റർ ബോംബാണ് ഈ ബാഗിലുള്ളത്. സോറി, ഞാൻ അന്വേഷിച്ചു നടക്കായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിരുന്നു. കുറച്ച് സീക്രട്ടാ. സീക്രട്ടോ? മനസ്സിലായി. അതിന് വേറെ ആളെ നോക്ക്. അല്ല, എന്നെ തെറ്റിദ്ധരിക്കരുത്. ശരിയായിട്ട് തന്നെ ധരിച്ചിരിക്കുന്നത്. തന്റെ ഈ വേഷം കിട്ടുന്ന എന്റെ അടുത്ത് വേണ്ട. പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. Don't play romance to me. അല്ല, എന്തായി? പറയാൻ പറ്റിയില്ല. ഞാനെന്തോ ലൈൻ അടിക്കാൻ ചെന്നു അവളുടെ വിചാരം. അതേലോ, മനസ്സിൽ ഇത്തിരി ലൈൻ ഉണ്ടല്ലോ. എന്താ നോക്കണേ? എന്ത് ഞാൻ പറഞ്ഞ ശരിയല്ലേ? അല്ലെങ്കിൽ പിന്നെ ആരാണ് എന്താണെന്ന് അറിയാത്തൊരു പെൺകുട്ടിയുടെ അടുത്ത് എന്തിനാ നിനക്ക് ഇത്ര പേർക്ക് സിമ്പതി? അതൊരു ജീവന അപകടത്തിൽ പറഞ്ഞാന്ന് വിചാരിച്ചിട്ടാ. അയ്യോ, ഒരു പുണ്യാളച്ചൻ. ബോംബ് പൊട്ടിച്ചാകാരന് വിജയെങ്കിൽ നമുക്ക് തടക്കാൻ പറ്റില്ലടാ. നോക്കിയൻ, അറിയാത്ത പിള്ളിക്ക് ചൊറിയും പറയും. നീ ഇവിടെ കുറുങ്ങി കണ്ട് ഇറങ്ങി വാ. നീ അങ്ങോട്ട് നോക്കി. അയ്യോ, അതെന്തത്? തല തപ്പണതാണോ? അയ്യോ, എന്താണ് ഇതിനകത്ത്? ഒരു ബോംബ് നോക്കാൻ വന്ന. ബോംബാ? എന്താ അവൻ പോയി? നീ ബോംബ് എടുക്ക്. അമ്മേ, ബോംബ്! ഒരു ബോംബിൽ ബ്രദറിനെ കണ്ടോ? എന്നെ ഓടിച്ചു വരുന്ന കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവിടെ നിൽക്കാൻ. ചേട്ടാ, ഒരു ബോംബ് വയ്ക്കുന്ന ആളിൽ വന്നോ? ഇല്ലേ? ഹായ്. ചേട്ടാ, അതാ ബാഗ്. ഇതോടെ വെച്ചിട്ട് പോയാലേ കള്ളന്മാരൊക്കെ സ്ഥലമാ. ചേട്ടോ, ബാഗ്. ചേട്ടോ, വേണ്ട, ചെവി കേൾക്കൂലേ? വേണ്ട, ബാഗ്. ബോംബ് വെച്ചിട്ടുള്ള കല്യാണം കണ്ടേ?
അച്ഛനെ ഒരു ബോംബായിട്ട് ഒരാൾ പോണാണ്ട. ഈ ബോംബ് വെച്ച് ഇവൻ എവിടെ പോയിരിക്കണെന്ന് അറിയില്ല. അതിപ്പോ പൊട്ടോ, എനിക്കിവിടെ പോണം. ഒരു ബാഗൊക്കെ ആയിട്ട് വൃത്തിയായിട്ട കുള്ളൻ, കറുത്ത കണ്ണട വെച്ചവൻ. എന്റെ അച്ഛൻ എന്നെ കണ്ട അറിയാൻ പറഞ്ഞേ. എനിക്ക് എന്താ കാണിക്കുന്നത്? അത് പെണ്ണല്ല, പ്രതിമയാ. കാലത്ത് ഇറങ്ങിയുള്ള എടുത്തമാര് ഒരു പെണ്ണിന്റെ പ്രതിമയെ പോലും വെറുതെ വിളിന്ന് പറഞ്ഞേ. സോറി, തന്റെ ഒരു സോറി. Take it easy. Okay, bye. I'm sorry. ഈ പെണ്ണിനെ എവിടെ പോയി തപ്പി ബോംബാറ്റം പൊട്ടി എന്റെ കൂളിംഗ് ദോശ പോലെ ദൈവമേ. ആരാണ് പറയുന്നത്? നമസ്കാരം. ഹായ്. ഇതൊന്ന് പിടിക്കോ? മൂത്രം ഒഴിക്കാനാ? കൊറേ ഉണ്ടേ മൂത്രം. രക്ഷപ്പെട്ടു. അവിടെ പൊട്ടിക്കോളും. ഇയാക്കുന്ന തലയില്ലേ? എന്താണത്? അയ്യേ, ബോംബിന്റെ ഇടയിൽ ഈ പണി. അവർ രക്ഷപ്പെടുമോ? എന്താണ് ബോംബ് പൊട്ടി? ബോംബ് മിസ്സായി. മിസ്സാകാൻ വഴിയില്ലല്ലോ, ബാഗിലിട്ടല്ലോ. വാതിൽ മാറിപ്പോയാ ഇപ്രാവശ്യം ബോംബ് മിസ്സായല്ലോ സാർ. ഇതാണ് മിസ്സിംഗ് ബോംബ് ഓപ്പറേഷൻ. നമ്മൾ വളരെ തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടു. അവൾക്കത് വിധിച്ചിട്ടില്ല, ബാക്കിയുള്ളവർക്ക് കിട്ടും. റെഡി വിട്ടോടോ. കടലിനക്കര പോണോരെ, കാണാ പൊന്നിന് പോണോരെ, പോയി വരുമ്പോഴെന്ത് കൊണ്ടുവരും? 3, 4. Love is short but life is short. Love is short but love is short. Love is long but life is short. Life is short but wife is short. ഇങ്ങനൊരു പുതിയ സ്റ്റൈലിലാണ് ഇന്നത്തെ ഗാനമേളയിൽ നമ്മൾ ഈ പാട്ട് പാടാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? നമ്മുടെ പെങ്ങന്മാരെ നീഗ്രോകളെ കൊണ്ട് കെട്ടിക്കുന്ന പോലെ ഉണ്ട് സാർ. ശരിയാ, നമ്മുടെ കാരണവന്മാർ നേതൃത്വ മനോഹരമായ പാട്ടുകൾക്കിടയ്ക്ക് ഇങ്ങനെ റാപ്പ് കുത്തി കയറ്റണോ സാറേ? എടാ സ്റ്റുപ്പിഡ് ഫെലോ, നമ്മുടെ പാട്ടുകൾ കടലുകൾ കടന്നു പോണം, സായിപ്പന്മാരെ ഇഷ്ടപ്പെടണം എന്ന വിശാല ചിന്തയോടാണ് ഞാൻ പാട്ടുകൾ കമ്പോസ് ചെയ്യുന്ന. അറിയോ? അതിനിങ്ങനെ കൊല്ലാകൊല ചെയ്തിട്ടുണ്ട് കാര്യം. സായിപ്പന്മാര് നമ്മുടെ പാട്ടായി തന്നെ പാടണം, എങ്കിലല്ലേ നമുക്ക് അഭിമാനിക്കാൻ പറ്റുള്ളൂ. നിന്നോടൊക്കെ അഭിപ്രായം ചോദിച്ചാൽ എന്നെ വേണം തല്ലാൻ. ഒരു മ്യൂസിക് സെൻസും ഇല്ലാത്ത കഴുതകൾ. ഞാൻ പാടുന്നതിനനുസരിച്ച് ഇയാൾ അങ്ങ് വായിച്ചോണ്ടാ മതി. ഇല്ലെങ്കിൽ കള്ളക്കേസ് കുടുക്കി ജാമ്യമില്ല വകുപ്പുണ്ടാക്കി നിന്നെയൊക്കെ ചാർജ് ചെയ്യും ഞാൻ. കടലിനക്കര പോണോരെ, കണ്ണാപ്പുന്നിന് പോണോരെ. ഒരു കാര്യം പറയാനുണ്ട്, സീക്രട്ടാ. എന്റെ വായിൽ അമ്പഴങ്ങയുടെ കാര്യം പറയാനാണോ? അതല്ല സാർ. പിന്നെ ഒരു ബോംബിന്റെ കാര്യം. അല്ല സാർ, ഇവനല്ല സാർ. അത് അന്ന് സാർ കാരാന്നൊക്കെ പറഞ്ഞിട്ടില്ല ഒരു പെൺകുട്ടി. ആ പെണ്ണിന് ബോംബ്. അത് സാർ ഒന്നും വന്നേ, സീക്രട്ടാ, ഒന്നും വന്നേ. പോലീസിൽ ഇങ്ങനെ കുറെ ആൾക്കാരുള്ളതുകൊണ്ടാ പോലീസ് ഓർക്കസ്ട്ര കേരളത്തിൽ നിർത്തലാക്കിയത്. അത് ശരിയാ. എന്ത് ശരി? നോൺസെൻസ്. ബോംബ് പൊട്ടി അവള് മരിച്ച ശേഷം വിവരം എന്നെ അറിയിക്കാൻ പാടില്ലായിരുന്നോ? ഒരു കൊലപാതകം തെളിച്ച് പ്രൊമോഷൻ കിട്ടാനുള്ള ചാൻസ് എനിക്ക് മിസ്സായി. സാർ എന്തൊക്കെയാ പറയണേ? എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിച്ച് ഇന്ന് തന്നെ വിവരം അറിയിക്കണം സാർ. അയ്യോ, ഇന്ന് പറ്റില്ല. എന്താ? പോലീസ് ക്ലബിൽ ഒരു ഗാനമേള ഉണ്ട്. ശരി, നിങ്ങൾ പൊയ്ക്കോളൂ. അവളെ കണ്ടുപിടിച്ച് വേണ്ടതെന്താണ് ഞാൻ ചെയ്തോളാം. താങ്ക് യു സാർ. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നെ കൂടി ഒന്ന് അറിയിക്കണം സാർ. അതെന്തിനാ? അല്ല, അത് വെറുതെ അറിഞ്ഞിരിക്കാലോ. Start the music. Love is long but life is short. Life is short but life is about. Ladies and
ലൈഫ് ഇസ് വെസ്റ്റ്. ഇയാളുടെ ലൈഫ് വേസ്റ്റഡാ. ഇയാൾക്ക് ആരോ പാട്ടിൽ കൂടോത്രം ചെയ്തിട്ടുണ്ട്. ലൈഫ് ഇസ് വെസ്റ്റ്, ലൈഫ് ഇസ് വെസ്റ്റ്.